ഇന്ന് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത് സോണിയുടെ KLV-32R402A എന്ന് പറഞ്ഞ 32 ഇഞ്ചിൻ്റെ ഒരു HD TV ആണ്. നിങ്ങൾ കണ്ട പോലെ ഇതിനകത്ത് പിക്ചർ ഇല്ല, ബാക്ക് ലൈറ്റ് മാത്രമേ ഉള്ളൂ, അത് ബ്ലാങ്ക് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ബാക്ക് കവർ അത് റിമൂവ് ചെയ്തൊന്ന് ഫിക്സ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഏകദേശം ഒരു 4 to 5 ഇയേഴ്സോളം ആയിട്ടുണ്ട് TV വാങ്ങിച്ചിട്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഇത്തരത്തിലൊരു പിക്ചറില്ലാത്ത കംപ്ലയിൻറ്റ് വരുന്നത്. മുമ്പ് നമ്മൾ ചെയ്തിരിക്കുന്ന വീഡിയോസിൽ സിംഗിൾ കോഫ് വരുന്ന ഡിസ്പ്ലേ എല്ലാം ഒരു 2 ഇയറിനുള്ളിൽ തന്നെ കംപ്ലയിൻ്റ് ആയിട്ടുണ്ട്. സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ ആണ്. നമ്മൾ ബാക്ക് കവർ റിമൂവ് ചെയ്ത് അതിൻ്റെ ഒരു മെറ്റലിൻ്റെ കവറിങ് ഉണ്ട്, അതായത് ബോർഡ് PCB പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ഷീൽഡ് ഉണ്ട്. അത് റിമൂവ് ചെയ്താൽ മാത്രമേ ഇതിനകത്തുള്ള പാനലിലെ സ്കെയിലർ ബോർഡ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ പാനൽ വരുന്നത്. അതായത് സാംസങ്ങിൻ്റെ സിംഗിൾ കോഫ് പോലെ തന്നെ ഉള്ളൊരു പാനലാണ്, പക്ഷേ കുറച്ചുകൂടെയൊക്കെ ലൈഫ് കൂടുതൽ കിട്ടുന്ന ടൈപ്പ് ഡിസ്പ്ലേ ആണിത്. നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് ഒരുപാട് സപ്ലൈകളുണ്ട്, അതായത് ഓരോ പോയിന്റിലും ഓരോ വോൾട്ടേജുകളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ വോൾട്ടേജുകളെല്ലാം വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതായത് 12 വോൾട്ട്, അതാണ് പാനലിൻ്റെ ഇൻപുട്ട് വോൾട്ടേജാണ് 12. മദർ ബോർഡിൽ നിന്ന് വരുന്ന സപ്ലൈ 12 വോൾട്ടൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് മുമ്പ് നമുക്കത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ LVDS കേബിളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇതിനകത്ത് വരുന്ന ചെറിയ കേബിളാണ്. അപ്പോൾ ആ ചെറിയ കേബിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് PCB കുറച്ച് നീക്കി വെച്ചുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അത് നമ്മളിവിടെ ചെയ്യുന്നത് അത് എക്സ്റ്റെൻഡ് കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള HD കേബിൾ ഉപയോഗിച്ച് അത് എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ വോൾട്ടേജ് ഒക്കെ ഒന്ന് മെഷർ ചെയ്ത് നോക്കുന്നതാണ്. ഇതിൽ കൂടെ കാണാം നമ്മൾ ആ ചെറിയ കേബിൾ മാറ്റി വലിയ കേബിൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. പല കാരണം കൊണ്ട് ഇത്തരത്തിൽ പിക്ചർ പോകാറുണ്ട്. അതായത് മുമ്പ് നമ്മൾ ചില വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്, ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് സിംഗിൾ കോഫ് ആയിട്ടുള്ള പാനൽ നോ പിക്ചർ ആകുമ്പോൾ അത് റീപ്ലേസ് ചെയ്യുന്ന വീഡിയോ. അത്തരത്തിലുള്ള പാനലുകൾ അത് ഈ സെല്ല്, അതായത് പിക്സലുകൾ ഷോർട്ട് ആകുമ്പോഴാണ് നോ പിക്ചറായി പോകുന്നതെങ്കിൽ നമുക്കൊരു പരിധി വരെ അത് റിപ്പയർ ചെയ്യാൻ സാധിക്കുള്ളൂ. അത് ചെയ്താലും കുറച്ച് ലൈഫ് മാത്രമേ നമുക്ക് അത് കിട്ടാറുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന കംപ്ലയിൻറ്റുകൾ എല്ലാം തന്നെ ഡിസ്പ്ലേ ഇത് ഇൻറ്റേർണൽ ഷോർട്ട് കൊണ്ട് വരുന്നതല്ല. ചിലത് PCBയിലെ കമ്പോണൻസ് ഫെയിലിയർ ആകുമ്പോഴും വരാം. അപ്പോൾ അതാണ് നമ്മളിവിടെ ആദ്യം ചെക്ക് ചെയ്യുന്നത്. എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടോ, എന്തെങ്കിലും കമ്പോണൻസ് പോയിട്ടുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യാം. അതായത് വോൾട്ടേജ് എല്ലാം കറക്റ്റ് ആണോ എന്ന് ആദ്യം നമ്മൾ മെഷർ ചെയ്യാൻ പോവാണ്. സോണി TVയിൽ ഒരു പ്രത്യേകത ഉള്ളത്, എല്ലാ കണക്ഷനും ഉണ്ടെങ്കിൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അതായത് നമ്മൾ ബാക്ക് ലൈറ്റിൻ്റെ കണക്ഷൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എറർ വരും, അതായത് എറർ കോഡുകൾ കാണിക്കും. അപ്പോൾ എല്ലാം നമ്മൾ ബോർഡുമായിട്ട് എല്ലാ കണക്ഷനും കൊടുത്തെങ്കിൽ മാത്രമേ TV സ്റ്റഡി ആയിട്ട് നിൽക്കുള്ളൂ, അതായത് എററൊന്നും ഇല്ലാതെ ഓണായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ബാക്ക് ലൈറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഓൺ ചെയ്യാൻ പോവാണ്. എല്ലാ പാനലുകളും ഇത്തരത്തിൽ റിപ്പയർ ചെയ്യാൻ പറ്റുമോ വെച്ചാൽ ഇല്ലെന്നാണ് ഉത്തരം. കാരണം ഇൻറ്റേർണൽ വരുന്ന ഷോർട്ട് കൊണ്ട് നമുക്ക് ഒരു പരിധി വരെ മാത്രമേ അത് ഷോർട്ട് ഐസൊലേറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ അത് റിപ്പയർ ചെയ്യാൻ സാധിക്കുള്ളൂ. അത് കുറച്ച് ലൈഫ് മാത്രമേ കിട്ടുള്ളൂ. ഇവിടെ നമുക്ക് അത് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യണം, ശേഷം മാത്രമാണ് അടുത്ത ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഇതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജും അതുപോലെ PCBയിലുള്ള കുറേ വോൾട്ടേജുണ്ട്, അതായത് VDD അതുപോലെ AVDD അങ്ങനെ കുറേ വോൾട്ടേജുകളുണ്ട്. അതൊക്കെ പ്രോപ്പറായിട്ട് വരുന്നുണ്ടോ, അതുപോലെ VGH VGL ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിനെ നമ്മൾ ഇൻപുട്ടിൽ അവിടെ 12 വോൾട്ട് ഉണ്ടോ നോക്കുന്നുണ്ട്. ഇവിടെ വരുന്നുണ്ട്, ഫ്യൂസിൻ്റെ അവിടെ 12 വോൾട്ട് വരുന്നുണ്ട്. ശേഷം നമ്മൾ നോക്കുന്നത് L5 എന്ന് പറഞ്ഞ കോയിലിൻ്റെ അവിടെ AVDD 7.5 വോൾട്ടേജ് ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അവിടെ അതും മിസ്സിംഗ് ആണ്. നെക്സ്റ്റ് നോക്കുന്നത് നമ്മൾ AVDD 15 വോൾട്ട് വരുന്നുണ്ടോ ചെക്ക് ചെയ്യാണ്. അവിടെ വോൾട്ടേജ് കുറവായിട്ടാണ് കാണിക്കുന്നത്. ഒരു 2.something വോൾട്ടേജ് മാത്രമേ അവിടെ കാണിക്കുന്നുള്ളൂ. ഇവിടെ മീറ്ററിൽ കാണാം 2.5 വോൾട്ടേജേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് മെത്തേഡുകളുണ്ട് ഇത് ഫൈൻഡ് ചെയ്യാൻ. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തെങ്കിലും കമ്പോണൻസ് ഷോർട്ട് ഉണ്ടോ എന്ന് നമുക്ക് ബസർ മോഡിൽ ഇട്ടിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതായത് എന്തെങ്കിലും കമ്പോണൻസ് ഫെയിലിയർ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് VDD 3.3 വോൾട്ടാണ്, അതൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഈ AVDD 7.5 വോൾട്ടും അതുപോലെ AVDD 15 വോൾട്ടും മാത്രമാണ് ഇവിടെ വരാത്തത്. സോ അതുകൊണ്ട് ആ ഏരിയയിലുള്ള എന്തെങ്കിലും കമ്പോണൻസ് പോയിട്ടുണ്ടോ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന SMD കപ്പാസിറ്റേഴ്സാണ്. ഇവിടെ കാണാം SMD കപ്പാസിറ്റർ ഒരുപാട് അതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്, വലുതും ചെറുതുമായിട്ട്. അപ്പോൾ അതിലേതെങ്കിലും ഷോർട്ട് ആയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ കംപ്ലയിൻറ്റ് വരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മെഷർ ചെയ്യുന്നത് അത് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അതായത് SMD കപ്പാസിറ്റർ ചെക്ക് ചെയ്യാണ് കണ്ടിന്യൂറ്റി ബോർഡിലിട്ടിട്ട്. നിങ്ങൾക്ക് കാണാം ആ കപ്പാസിറ്റർ ഷോർട്ടാണ്. അതായത് നമ്മൾ ബസർ മോഡിൽ ഇടുമ്പോൾ രണ്ട് സൈഡിലും കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. അതിനർത്ഥം ആ കപ്പാസിറ്റർ ഷോർട്ട് കൊണ്ട് വരാം. അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് അത് റിമൂവ് ചെയ്തിട്ടാണ് ഫസ്റ്റ് മെഷർ ചെയ്ത് നോക്കേണ്ടത് അത് ഷോർട്ടാണോ എന്ന്. നമ്മൾ ഈ ഡിസ്പ്ലേ റിമൂവ് ചെയ്തിട്ടല്ല റിപ്പയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ തന്നെ വെച്ചിട്ടാണ് ആ കപ്പാസിറ്റർ റിമൂവ് ചെയ്ത് നോക്കുക. അതായത് നമ്മൾ ഹോട്ട് എയർ ഉപയോഗിക്കുന്നില്ല, ഇവിടെ സോൾഡിങ് അയൺ ഉപയോഗിച്ചിട്ടാണ് അത് റിമൂവ് ചെയ്യുന്നത്. കാരണം ഒരു കപ്പാസിറ്റർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് സോൾഡിങ് അയൺ ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ റിമൂവ് ചെയ്ത് മാറ്റാൻ സാധിക്കും. ഹോട്ട് എയർ വെച്ചിട്ടാണ് ശരിക്കും ശരിയേണ്ട രീതി അതാണ്. പക്ഷേ ഇവിടെ നമ്മൾ ആ സ്കെയിലർ ബോർഡ് അവിടെ തന്നെ പ്ലേസ് ചെയ്തുകൊണ്ട് അതിന് ബോഡി ഒന്നും ഉരുകരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഇത്തരത്തിലൊരു സോൾഡിങ് അയൺ ഉപയോഗിച്ചിട്ട് അത് റിമൂവ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. ലെഡ് ഉപയോഗിച്ച് ആ രണ്ട് സൈഡും മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ആ കപ്പാസിറ്റർ അവിടെ നിന്ന് റിമൂവ് ആയി വരും.
കപ്പാസിറ്റർ റിമൂവ് ചെയ്തിട്ട് തന്നെ നമ്മൾ അത് ആ ഒരു കണക്ഷൻ പോയിന്റുകൾ രണ്ടും ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റുന്നത്. അങ്ങനെ റിമൂവ് ചെയ്ത് മാറ്റിയെങ്കിൽ മാത്രമാണോ ആ കമ്പോണൻ്റ് ആണോ ഫെയിലർ, അതോ ആ ട്രാക്ക്, അതായത് ആ ട്രാക്ക് പോയിരിക്കുന്ന ഐസികളാണോ ഫെയിലർ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മളവിടെ കപ്പാസിറ്റർ വളരെ ഈസി ആയിട്ട് തന്നെ അയൺ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് റിമൂവ് ചെയ്ത് മാറ്റുകയാണ്. ഇത്തരത്തിൽ അയൺ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ ഒരു ട്യൂസർ ഉപയോഗിച്ചിട്ട് ആ ഒരു സോൾഡിങ് ലെഡ് താഴോട്ട് വേറെ കമ്പോണൻസ് ആവാതെ തന്നെ വളരെ കെയർഫുള്ളായിട്ട് അത് റിമൂവ് ചെയ്ത് മാറ്റുക. റിമൂവ് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ആ കണ്ടിന്യൂറ്റി അവിടെ ഷോർട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അത് മസ്റ്റാണ്. ആ പോയിന്റ് ചെക്ക് ചെയ്യുന്നതിനൊപ്പം തന്നെ ആ കപ്പാസിറ്ററും ഇൻഡിവിജ്വലായിട്ട് ഷോർട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അത് നമ്മൾ ചെയ്ത് നോക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാം അവിടെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഷോർട്ടില്ല, അത് ഷോർട്ട് റിമൂവ് ആയിട്ടുണ്ട്. ആ കപ്പാസിറ്റർ തന്നെയാണ് ഷോർട്ട്. നമുക്ക് കപ്പാസിറ്റർ ഇൻഡിവിജ്വലായിട്ട് നോക്കാം. ആ ഒരു SMD കപ്പാസിറ്റർ തന്നെയാണ് ഷോർട്ട്. അപ്പോൾ നമ്മളത് നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് അതേ വാല്യൂ ഉള്ള ഒരു കപ്പാസിറ്റർ തന്നെ അവിടെ പ്ലേസ് ചെയ്യണം. അപ്പോൾ നമ്മളവിടെ ആദ്യം അത് തന്നെയാണ് ചെക്ക് ചെയ്ത് വോൾട്ടേജ് ഒക്കെ ഒന്ന് മെഷർ ചെയ്യാൻ പോകണം. ഇൻപുട്ട് കൊടുത്ത് അവിടെ വോൾട്ടേജ് എല്ലാം ഇത് റിമൂവ് ചെയ്തപ്പോൾ വന്നോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം മസ്റ്റായിട്ട്. വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളത് റീഫിക്സ് ചെയ്യുന്ന സമയത്ത് ആ സെയിം വാല്യൂ തന്നെ കപ്പാസിറ്റർ റീപ്ലേസ് ചെയ്യണം. നമ്മൾ ആ ചുറ്റുമുള്ള എല്ലാ കപ്പാസിറ്ററും മസ്റ്റായിട്ടും ചെക്ക് ചെയ്യണം. ഇവിടെ നമ്മൾ ചെക്ക് നോക്കുമ്പോൾ അവരെണ്ണം മാത്രമാണ് ഷോർട്ട് കണ്ടുള്ളൂ. അതുകൊണ്ടാണ് അത് മാത്രം നമ്മൾ അത് റിമൂവ് ചെയ്തെടുത്ത് ശേഷം നമുക്ക് ഇൻപുട്ട് കൊടുത്ത് വോൾട്ടേജ് ഒന്നുകൂടെ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. ആ VDD പോയിന്റും അതുപോലെ AVDD പോയിന്റൊക്കെ ജസ്റ്റ് വോൾട്ടേജ് ഒന്നുകൂടെ വന്നൊന്ന് കൺഫേം ആക്കണം നമുക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 15 വോൾട്ട് AVDD വന്നിട്ടുണ്ട്. അതുപോലെ L5 എന്ന് പറഞ്ഞ കോയിലിൻ്റെ അവിടെ AVDD 7.5 വോൾട്ടേജും വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് നോക്കാം. അതേവിടെ നിങ്ങൾക്ക് കാണാം നോ സിഗ്നൽ കാണിച്ചിട്ടുണ്ട്, പിക്ചർ വന്നിട്ടുണ്ട്. അതായത് ആ ഷോർട്ട് റിമൂവ് ആയപ്പോൾ അവിടെ വോൾട്ടേജ് വന്നപ്പോൾ തന്നെ പിക്ചറെല്ലാം വന്നിട്ടുണ്ട്. ശേഷം നമുക്ക് ആ ഒരു നമ്മൾ റിമൂവ് ചെയ്ത ആ SMD കപ്പാസിറ്റർ അവിടെ സെയിം വാല്യൂ തന്നെ ഇടേണ്ടത് മസ്റ്റാണ്. ഇവിടെ നമ്മൾ കുറച്ച് സമയം ചെക്ക് ചെയ്തതുകൊണ്ട് തന്നെ അത് ഇപ്പോൾ റീഫിക്സ് ചെയ്യുന്നില്ല. ശേഷം ഓക്കെ ആണതിന് ശേഷം നമ്മൾ ആ വാല്യൂ തന്നെ സെയിം റീഫിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ അത് ക്ലോസ് ചെയ്യുള്ളൂ. അപ്പോൾ എപ്പോഴും അത് എന്ത് കമ്പോണൻറ്റ് നിങ്ങൾ റീപ്ലേസ് ചെയ്യുമ്പോഴും അത് സെയിം വാല്യൂ തന്നെ അവിടെ റീഫിക്സ് ചെയ്തതിന് ശേഷം മാത്രം അത് ക്ലോസ് ചെയ്ത് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഒരു പാനൽ റിപ്പയർ ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇത്തരത്തിലുള്ള കംപ്ലയിൻസുകൾ നിങ്ങൾ ഒരിക്കലും അത് സ്വയം റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കരുതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം ഈ ഒരു കംപ്ലയിൻറ്റ് കൊണ്ട് മാത്രം ഇത്തരത്തിൽ നോ പിക്ചർ വരണമെന്നില്ല, അതായത് പിക്ചർ ഇല്ലാതെ വരണമെന്നില്ല. അപ്പോൾ അത് കറക്റ്റ് റെക്ടിഫൈ ചെയ്യുന്നത് മസ്റ്റാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ബേസിക് നോളജ് ഇല്ലാത്ത ഒരാളിത് റിപ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നവർ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് നമ്മളത് അറിയാത്ത കമ്പോണൻസ് ഇതുപോലെ ചെക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യുമ്പോഴോ ഒക്കെ എന്തെങ്കിലും ഫെയിലിയർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് പഴയൊരു സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ റിപ്പയർ ആയി വരാൻ ചാൻസ് കുറഞ്ഞു വരികയാണ്. സോ അതുകൊണ്ട് ഇത്തരത്തിൽ കംപ്ലയിൻറ്റ് കാണിക്കണം മസ്റ്റായിട്ടും നിങ്ങളത് അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ കൊണ്ട് തന്നെ അല്ലെങ്കിൽ ടെക്നീഷ്യന്മാരെ കൊണ്ട് തന്നെ റീഫിക്സ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇത് കാണിക്കുന്ന എന്തിനാ വെച്ചാൽ നിങ്ങൾക്ക് സ്വയം റിപ്പയർ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങളെ ചോദ്യം ചെയ്യുന്ന തരത്തിലല്ല. ഇത്തരത്തിലും കംപ്ലയിൻസ് വരാം. അപ്പോൾ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ റിപ്പയർ ചെയ്ത് എടുക്കുക എന്നുള്ളതുകൊണ്ട് കുറച്ച് നാളുകൂടെ നമുക്ക് ഉപയോഗിക്കാം. ആ ഒരു നോളേജ് മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അല്ലാതെ ഇത് എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ളൊരു ആർക്കും ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല. നമുക്കൊരു സ്കില്ല് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എക്സ്പീരിയൻസിലൂടെ നമ്മളത് ഒരുപാട് കാലം പഠിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു താല്പര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ പഠിച്ചിട്ട് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. അല്ലാതെ നമ്മളൊരു ബേസിക് ഒരു വീഡിയോ കണ്ടിട്ട് ഒരിക്കലും ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ കണ്ടുപിടിച്ച് ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് നിരന്തരമായിട്ടുള്ള പ്രാക്ടീസുകളൊക്കെ ആവശ്യമാണ്. അതുപോലെ അതിനെക്കുറിച്ചൊരു നോളജ് ബേസിക് ആയിട്ടുള്ള കമ്പോണൻസ് ലെവലിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ആദ്യം നമ്മൾ പഠിച്ച് വളരെ അങ്ങനെ എക്സ്പീരിയൻസ് കൊണ്ടാണ് അത് പലരും ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്നല്ല. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു സമയം മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ കുറച്ച് സമയം മാറ്റി വെച്ചാൽ ഉറപ്പായിട്ടും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനോടൊരു ക്രേസും അതുപോലെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതും നിങ്ങൾക്ക് പഠിക്കാവുന്നൊരു കാര്യമാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ റിപ്പയർ ചെയ്ത ഈ ഡിസ്പ്ലേക്ക് വേറൊരു കംപ്ലയിൻ്റ് കൂടെ വരാറുണ്ട്. അതായത് ഇങ്ങനെ രണ്ടെണ്ണമായിട്ട് ഡബിൾ ഇമേജ്, അതുപോലെ പിങ്ക് കളർ, അതുപോലെ ബ്ലൂ കളറൊക്കെ ആയിട്ട് ചില കംപ്ലയിൻസുകൾ ഈ ഒരു പീരീഡ് ആകുമ്പോഴത്തേനും കാണിക്കാറുണ്ട്. ആ കംപ്ലയിൻറ്റ് വരുന്നത് പിക്സലുകൾ ഷോർട്ട് ആകുമ്പോൾ, അത് ഇൻറ്റേർണൽ ഷോർട്ട് വരുമ്പോഴാണ്. അത് സാധാരണ ചെയ്യാൻ ഐസൊലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചിലതൊക്കെ ഫിക്സ് ആയിട്ട് വരാറുണ്ട്. അങ്ങനെ ചെയ്തെങ്കിലും അത് കുറച്ച് നാൾ മാത്രമേ അത് വർക്ക് ചെയ്യാൻ സാധിക്കാറുള്ളൂ. അത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അത് ഫെയ്ഡായി പോവുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ആയിട്ട് വരാറുണ്ട്. ഇവിടെ ആ കപ്പാസിറ്റർ ഷോർട്ട് ആയതുകൊണ്ടാണ് ഇവിടെ പിക്ചർ വരാത്തത്. അത് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം പിക്ചറൊക്കെ വന്നിട്ടുണ്ട്. നമ്മളൊരു ജസ്റ്റ് അതിനകത്ത് തന്നെയുള്ള ഒരു പിക്ചർ നമ്മൾ ജസ്റ്റ് പ്ലേ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് കാണാം വേറെ പാനലിൽ ലൈൻസോ കാര്യങ്ങളൊന്നുമില്ല. ഇത്തരത്തിൽ സോണിക്ക് മാത്രമല്ല ഈ കംപ്ലയിൻറ്റ് വരുന്നത്. നേരത്തെ മുമ്പത്തെ വീഡിയോയിൽ പാനൽ റീപ്ലേസ് ചെയ്യുന്ന സാംസങ് പാനൽ സിംഗിൾ കോഫ് വരുന്ന പാനലിലും വരാറുണ്ട്. അതുപോലെ AU എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇതിൽ തന്നെ സിംഗിൾ കോഫുള്ള ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. അതിലും ഈ കംപ്ലയിൻറ്റുകൾ വരാറുണ്ട്.
അത് കുറച്ചുകൂടെയൊക്കെ സാംസങ് പാനലിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പാനൽ കുറച്ചുകൂടെയൊക്കെ ലൈഫ് കൂടുതലാണ്. ഒരു മിനിമം ഒരു 4 to 5 years കൂടുതൽ ലൈഫ് കിട്ടാറുണ്ട്. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.